പഞ്ചായത്ത് മാറ്റി കൊടുത്തുള്ള അത് മാറ്റിവെക്കുന്നു, വീട് ചേർത്ത് കുളിക്കുന്നു, മാറ്റിവെക്കുന്നു. ഇത് നിങ്ങൾ ആരെ ബോധിപ്പിക്കാനാണ് ഈ ചെയ്യുന്നതൊക്കെ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ അവകാശം നിങ്ങൾ അത് കണ്ടേ മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ്, ഈ ആർത്തളിച്ച് പെയ്യുന്ന മഴയെ സാക്ഷ്യത്തോടെ ഞങ്ങൾ പറയുകയാണ്, ഈ സമരം ശക്തമാക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു പിന്നോക്കം നിൽക്കുന്നതല്ല. ഇത് ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയുള്ള ഒരു പരിപാടിയല്ല. ഇത് ജനങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന മഴ ഈ പെയ്യുന്ന സമയത്ത് പോലും ഇല്ലാത്ത സാധനങ്ങളില്ല. എല്ലാവരും നായയും പട്ടിയും പന്നിയും പൂച്ചയും അടക്കം എല്ലാം അവിടെ ഉണ്ട്. എല്ലാ ആവശ്യങ്ങളോടും കിട്ടുന്നുണ്ട്. അധികാരികൾ പറയുന്നത് ഞങ്ങൾ കൊണ്ടുവരുന്നത് അവിടെ വളരെ വൃത്തിയാക്കിയ കവറുകൾ മാത്രമാണ് എന്നാണ്. ഒന്നവിടെ പോയി തരണം ഈ അധികാരികൾ. അവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മഴ പെയ്യുന്ന സമയത്ത് രോഗങ്ങൾ കൂടുകയാണ്, മഞ്ഞപ്പിത്തം പടരുകയാണ്. മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തെ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളിത് കണ്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സമര സമിതിയുടെ അല്ലെങ്കിൽ സമരത്തിന്റെ ഒരു പോരാളി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ സമരം ശക്തമാക്കുക തന്നെ ചെയ്യും. ഞങ്ങളൊരു ഇഞ്ചി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാ സമര പോരാളികളെയും അഭിവാദ്യം ചെയ്യുന്നു. അടുത്തത് നമ്മളിന്ന് ഇവിടെ പഞ്ചായത്തിന് മുന്നിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തിരുനാവായക്കാർ ഒത്തുകൂടിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ ചരിത്ര പ്രാധാന്യം നേടിയിട്ടുള്ള തിരുനാവായ അങ്ങാടിയെ മലിനപ്പെടുത്തുന്ന ഒരു നടപടി പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപരമായാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഈ പ്രദേശത്ത് ആ മാലിന്യം കൂമ്പാരം കിടക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം എങ്ങനെയാണ് ഈ പഞ്ചായത്തിന്റെ കൈവശം വന്നത് എന്നതുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ആ സ്ഥലം സൗജന്യമായി ഒരു വ്യക്തി പഞ്ചായത്തിന് സംഭാവന ചെയ്തതാണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗാളിൽ ബാലകൃഷ്ണ മേനോൻ കൊടുത്തതാണ്. ചന്ദ്രശേഖരൻ മേനോൻ കൊടുത്തതാണ്. പെട്ടെന്ന് കുറെ കാലം മുമ്പാണ് എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. ആ കാലത്ത് എനിക്ക് അറിയാം ആ ചർച്ച നടന്നതൊക്കെ. അന്ന് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന വേലായുധൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അന്നത്തെ പ്രസിഡന്റായിരുന്ന EP മൊയ്തീൻകുട്ടി മാഷ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതേപോലെ അന്നത്തെ മറ്റ് പഞ്ചായത്ത് മെമ്പർമാരും ജീവിച്ചിരിപ്പുണ്ട്. പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതിക്കോ വേണ്ടപ്പെട്ടവർക്കോ അതൊന്നും അറിയില്ല. അന്ന് ആ സ്ഥലം സംഭാവന ചെയ്ത് എന്തിനു വേണ്ടിയാണ് എന്നും നമ്മളറിയണം. പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളും ഷോപ്പിംഗ് കോംപ്ലക്സും പണിയുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം സംഭാവന ചെയ്തത്. ഇന്ന് ഈ സ്ഥലത്തിന് കോടിക്കണക്കിന് ഉറുപ്പിക വില കിട്ടും. കോടികൾ വില വരുന്ന സ്ഥലമാണ് തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം. ആ സ്ഥലത്താണ് ഇത് മാലിന്യത്തിന്റെ സംഭരണ കേന്ദ്രമാക്കി മാറ്റുന്നത്. മാലിന്യം സംഭരിക്കാൻ സ്ഥലം വേണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും അതുണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഇതിന് തിരുനാവായ അങ്ങാടിയെ മലീമസപ്പെടുത്തുക എന്നുള്ളതല്ല അതിനുള്ള പോംവഴി. മറ്റു മേഖലകൾ കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കണം. ആ ചർച്ചയാണ് പഞ്ചായത്ത് 2 തവണ വിളിച്ചത്. സർവകക്ഷി യോഗം എന്ന പേരിൽ 21-ാം തീയതി വിളിച്ചു. തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് 21-ാം തീയതി നടക്കില്ല, ചില പ്രയാസങ്ങളുണ്ടെന്ന്. പിന്നീട് പറഞ്ഞത് 23-ാം തീയതി നടക്കും എന്നാണ്. ആ 23-ാം തീയതി തലേ ദിവസം 22-ാം തീയതി വിളിച്ചു പറഞ്ഞു 23-ാം തീയതി നടക്കില്ല. പിന്നെ ഇത് എന്ന് നടക്കും? ഇത് ആളുകളെ കളിയാക്കുകയാണ്. ഈ മാലിന്യ സംഭരണ കേന്ദ്രം ഇവിടെ കുറെ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ആകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് ജനങ്ങൾ ഒന്നിച്ച് തിരുനാവായ ജനങ്ങൾ ഒന്നിച്ച് തന്നെ നിൽക്കും.
ഒരിക്കലും പ്രഖ്യാപിച്ച് അന്ന് അറിഞ്ഞാതെ പോയതാ. ഇപ്പോൾ അതിലൂടെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ സംരംഭങ്ങളുണ്ട്. ഇതിൽ ഞാൻ പറയും ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം മാത്രമാക്കി ഒതുക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയത് തന്നെയാണ് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് മാറ്റിന്റെ നിർമ്മാർജ്ജന സമിതി രൂപീകരിച്ചുകൊണ്ട് ഇതിന് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും വിവാദങ്ങളുണ്ടാക്കി ഇതിൽ നിന്ന് കുറേ ആളുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമം ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. ഈ സമരം ശക്തിയായി തന്നെ തുടരാനാണ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് ഈ സമരം കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ള ധാരണയും വേണ്ട. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇതൊരു സൂചന സമരം മാത്രമാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഇതിന് പരിഹാരം കാണേണ്ടതാണ്. അത്തരത്തിൽ ഇത് ഒരു ജനകീയ സമരം ആക്കുന്നതിന് മുമ്പ് തന്നെ ജനകീയ സമരം എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുള്ളവർ മാത്രമേ ഉള്ളൂ. ഈ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മുഴുവൻ പ്രദേശങ്ങളിലുള്ളവരൊന്നും ഈ സമരത്തിൽ പങ്കാളികളായിരുന്നില്ല. ഒരു പ്രാതിനിധ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഒരു സൂചനാ സമരം ഒരു ശക്തമായ സമരത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ മെനക്കെടുത്ത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ വലിയ പ്രയാസമുണ്ടാകും. തിരുനാവായയുടെ ചരിത്ര പ്രാധാന്യം അറിയാത്തവരല്ല ഈ പഞ്ചായത്തിലുള്ളവർ. മാവാമുണ്ട ക്ഷേത്രവും അതേപോലെ തന്നെ മാമാക്ക സ്മാരകങ്ങളും സന്ദർശിക്കുന്നതിന് വേണ്ടി ദിവസേന എന്നോളം ടൂറിസ്റ്റുകൾ ഈ കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട്. അത് മാത്രമല്ല, തിരുനാവായയുടെ ഹൃദയഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ മഴ പെയ്തു നനഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് തുടങ്ങിയ സമയത്ത് ആകെ ഇത് ഉണങ്ങി എടുക്കുകയാണ്. ഒരു ചെറിയ തീപ്പൊരി മാറിയാൽ ഈ ടൗണൊന്നാകെ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, എല്ലാവിധ സാമൂഹ്യ ദ്രോഹികളും തപ്പടിക്കുന്ന ഒരു പ്രദേശം കൂടിയായി അത് മാറിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ. കാരണം സാധാരണ ജനങ്ങളാരും ആ പ്രദേശത്തേക്ക് പോകില്ല. അവിടേക്ക് പോകാൻ പറ്റിയ ചില ആളുകൾ മാത്രമേ പോകൂ. അവരൊന്ന് പുകവലിക്കുന്നവരും മറ്റു പല സാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരുമൊക്കെ രാത്രി കാലങ്ങളിൽ അവർ സംഭരിക്കുന്നുണ്ട്. അവരിൽ നിന്നൊരു തീപ്പൊരി വാങ്ങിയാൽ ഈ നട്ടപ്പാലൊക്കെ തിരുനാവായ ആകെ കട്ടിയാൻ വരും. അത് മാത്രമല്ല, നമ്മൾക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ടല്ലോ. ഭൂമിയെ നശിപ്പിക്കാതിരിക്കാൻ, അതേപോലെ തന്നെ അത് കത്തിക്കാതിരുന്നാകുന്ന പ്രയാസങ്ങൾ നമുക്കിടയിലൊക്കെ അധികാരികൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വളരാൻ സാധ്യത വരും. ഇത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇത്തരത്തിൽ ഈ സംരംഭം തുടരാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയും. ഇവിടെ പോലീസോ മറ്റു അധികാരികളോ ഒന്നുമില്ല. വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് സമരം നടത്തുന്നത്. ഇതൊക്കെ അറിഞ്ഞു വരുമ്പോൾ ആകെ ഭാവം മാറുന്നത് അതിനൊക്കെ ഞങ്ങളെ കോൺടാക്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട്